ഹലോ ഗുഡ് മോർണിംഗ്. സിന്ധുമംഗ്ലോസിന്റെ ഒരു പുതിയ വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. എന്നോട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കണം. ഞാനിപ്പോൾ കറക്കി കരിഞ്ഞതിൻ്റെ ഇതാ കേട്ടോ. എൻ്റെ കൈക്ക് ഇച്ചിരി ഇതുള്ളതുകൊണ്ട് ഈ ചെമ്പരത്തിയിലെ കൊണ്ട് പറിക്കുന്നതുകൊണ്ട് ഈ രണ്ട് പേരിൽ ഇപ്പം അങ്ങനെ തന്നെ ഇരിക്കുക കണ്ടോ. കഷ്ടപ്പെടുന്ന കൈയാണ്. ഇവിടെയൊക്കെ മുറിഞ്ഞിരിക്കുക ഈ ചെമ്പരത്തിയില പറിക്കുന്നത്. എന്തെങ്കിലും അരിയുമ്പോഴും അത് കേട്ടോ എൻ്റെ കൈ. ഇനിയിപ്പോൾ അടുത്ത ദിവസം പോകുമ്പോഴേ ആ ഡോക്ടറെ ഇതും കൂടെ ഒന്ന് കാണിക്കണം. അപ്പം എനിക്കുണ്ടല്ലോ മരുന്ന് കഴിച്ചിട്ടാന്ന് തോന്നുന്നു ഭയങ്കര ചൂടാ. വിയർക്കുക എന്ന് പറഞ്ഞാൽ എന്നെ വിയർക്കുന്ന ഒഴുകുക ശരീരത്തോടെ വിയർത്ത് അതേ കൂടെ ചൂടാണ് കേട്ടോ. മരുന്നിൻ്റെ ആണോ അതോ ഇപ്പോഴത്തെ കാലാവസ്ഥയുടെ ആണോ? പക്ഷേ എന്നാ കാലാവസ്ഥയുള്ള എന്നെ ഇങ്ങനെ വിയർത്ത് ഒഴുകുന്നതല്ല. അപ്പം തൊഴിലുറപ്പിനൊക്കെ പോയിട്ട് വന്നു. ഇപ്പം സമയം വേണ്ട 5:30 തലയിൽ എണ്ണ തേച്ച് ഇങ്ങനെ വെച്ചുകൊണ്ടിരുന്നിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ടേ കുളിക്കാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നു. വെള്ളമൊക്കെ ചൂടാക്കാനൊക്കെ വെച്ചിട്ട് ഇരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ ശരിക്കും ഒരു പറ്റിയത് എന്നാ ചെയ്യാനാ ഈ പ്രാവശ്യമേ വേറെ ആൾക്കാരുടെ കൂടെ പോയി. ഞാനും രഞ്ജു സിന്ധു അവര് നമ്മുടെ കൂടെ ഉണ്ടായിരുന്ന അച്ഛമ്മാൻ്റെയും അമ്മാമ്മയും പിന്നെ കുമാരി ചേച്ചി അങ്ങനെയുള്ള ഒരു ടീം മാറിപ്പോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർ കൂടുതൽ ഉള്ളതനുസരിച്ച് അങ്ങനെ പറ്റിപ്പോയത്. അതുകൊണ്ട് എനിക്ക് നിങ്ങളുടെ അമ്മാമ്മയുടെ ഒക്കെ പാട്ടും കൂത്തും പിണങ്ങൊന്നും എടുക്കാൻ പറ്റില്ല. പിന്നെ തുടങ്ങിയിട്ട് 2 ദിവസമല്ലോ. എപ്പോഴെങ്കിലും ഇടയ്ക്ക് റെസ്റ്റ് സമയത്തൊക്കെ എടുക്കാൻ പറ്റുമെങ്കിൽ എടുക്കാം. പിന്നെ അമ്മാമ്മ എല്ലാവരെയും ചോദിച്ചിട്ടുണ്ട് കേട്ടോ. സിന്ധുവിൻ്റെ ഫാമിലി എല്ലാവരെയും ചോദിച്ചത് പോലെയൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. പിന്നെ ഐഫോണൊക്കെ കണ്ടപ്പോൾ അമ്മാമ്മയ്ക്കും അച്ഛന്മാർക്കും ഒക്കെ ഭയങ്കര സന്തോഷമായി. മോനെ ഇനി നീ ഒത്തിരി കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റട്ടെ, നല്ല കാര്യമാവട്ടെ, ഒത്തിരി സന്തോഷമായെന്ന് പറഞ്ഞു. രഞ്ജുവിനും സിന്ധുവിനും ഒക്കെ ഒത്തിരി സന്തോഷമായി. എല്ലാവർക്കും കേട്ടോ. അപ്പം അങ്ങനെ ഒരു ഒരു ഇതായിരുന്നു. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാൻ വയ്യാത്തത്. അപ്പം വീഡിയോ എടുത്തോണ്ടിരുന്നതിനിടെ കല്യാണിക്കുട്ടിയുടെ അമ്മ വിളിച്ചാട്ടോ. ഞാൻ തയ്യൽ പൂർണ്ണമായിട്ട് നിർത്തിയതാണ് കഴിഞ്ഞ ദിവസം. പക്ഷേ അനുശ്രമോളുടെ അമ്മയുടെ ചുരിദാറിൻ്റെ അവിടെ അങ്ങനെ കല്യാണത്തിന് പോകാനായിട്ട് അവിടെ ഓടി കൊണ്ടത് സിന്ധു ചേച്ചി എനിക്ക് ഒന്നടിച്ചാന്ന് പറഞ്ഞുകൊണ്ട്. അപ്പം ഞാൻ ഈ കൈവണ്ണം കുറച്ച് കൊടുത്തു. ഇപ്പം ലെത വിളിച്ചതാട്ടോ. സിന്ധു ചേച്ചി എനിക്കൊരു ടോപ്പ് എടുത്തു, കൈവണ്ണം കുറച്ച് തരാമെന്ന്. പക്ഷെ വേറെ ഒന്നും ചെയ്യണ്ടെങ്കിൽ കുഴപ്പമില്ല. എന്നാന്ന് എനിക്ക് ഒത്തിരി സമയം ഇതും തയ്ക്കാൻ പറ്റത്തില്ല. ഒന്നാമത് ഇപ്പം ഇച്ചിരി ഹാർഡ് വർക്കാണ്. തൊണ്ണൂറുപ്പും കൂടെ ഒക്കെ ആകുമ്പോഴത്തേന് കിളക്കിയവർക്കും കൂടെ ആകുമ്പോഴേ. പക്ഷെ ഇതുങ്ങളോടൊക്കെ എങ്ങനെയാണ് പറയുന്നത് പറ്റിയത്? മെഷീൻ കേടാകുമ്പോൾ പിന്നെ അങ്ങനെ ഒരു കുഴപ്പമില്ലായിരുന്നു. മെഷീൻ കേടാന്നൊക്കെ പറയാമല്ലോ. അവൾ ചോദിച്ചു കേട്ടോ. ഞാൻ പറഞ്ഞു ഞാൻ തയ്ക്കുന്നില്ലടി എന്ന് പറയുമ്പോൾ എന്നാൽ ഞാൻ വേറെ എവിടെയെങ്കിലും കൊടുക്കണമെന്ന്. പക്ഷേ ഇതുങ്ങളോടൊക്കെ നമുക്കൊന്നും പറയാനും പറ്റത്തില്ലല്ലോ. മെഷീൻ അക്കരയിലെ അമ്മയൊക്കെ 2-3 പ്രാവശ്യം ചോദിച്ചാൽ കൊച്ചിന് സിബ് നേരത്തെ കേട്ടോ. അപ്പോഴൊക്കെ നമ്മുടെ മെഷീൻ കേടായിരുന്നു. അതുകൊണ്ട് പറ്റിയില്ല. പ്രിന്റുവിനാണെങ്കിലും ഒക്കെ എന്തെങ്കിലുമൊക്കെ അടിച്ചും പറക്കിയൊക്കെ നേരത്തെ കൊടുക്കുമായിരുന്നു. ഇപ്പം പക്ഷെ പറ്റത്തില്ല. എൻ്റേത് കൊടുക്കും. എനിക്ക് ചെയ്തെടുക്കാനായിട്ട് സമയം പറ്റുന്നില്ല. പിന്നെ അവൾ ചോദിച്ചപ്പോൾ പറഞ്ഞു കൊണ്ടുപോകാൻ. ഞാനിപ്പോൾ കുളിക്കാൻ പോവാം, കുളിച്ച് കഴിയുമ്പോൾ കൊണ്ടുപോയോ എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ ഇരിക്കുന്നു വിശേഷങ്ങൾ. നമ്മുടെ എന്നാ പറയുന്ന വീട്ടിലെ കാര്യങ്ങളും വിശേഷങ്ങളും ഒക്കെ ആയിരിക്കും ഇന്നത്തെ ഒരു വീഡിയോ. ഇന്നൊരു സ്പെഷ്യലാണ് ഞങ്ങളുടെ ഡിന്നർ. അടിപൊളി സ്പെഷ്യൽ. അല്ല പിന്നെ ഇനി ഒന്നും നോക്കുന്നില്ലെന്നേ. എന്നാ നോക്കാനാ ചേട്ടായി എന്നാ പറയുന്നത് അറിയത്തില്ല. ചേട്ടാ ഇവിടെ ആരും ഇല്ലായിരുന്നോ സിന്ധു ചോദിക്കുമെന്ന് എനിക്കറിയത്തില്ല. എന്തായാലും ചേട്ടായിക്ക് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതൊക്കെ ഇന്നത്തെ വീഡിയോയ്ക്കകത്ത് കാണും. അപ്പോൾ നിങ്ങളെല്ലാവരും കൂടി പോയി കണ്ടോ കേട്ടോ. അപ്പം മഹത്തായ 2ാമത്തെ ദിവസമാണ് കേട്ടോ തൊഴിലുറപ്പിന് പോകുന്നതെന്ന്. എൻ്റെ പോലെ ഒന്നും പറയണ്ട. ഞങ്ങൾ ഒരുക്കുന്നതാണ് നല്ല തണലാണ്. വെയിൽ കൊള്ളരുതെന്നല്ലേ. ആ എണ്ണ വെച്ച് കഴിഞ്ഞാൽ വെയിൽ കൊള്ളരുതെന്നായിരുന്നു നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ ഞങ്ങൾ ചെയ്തോണ്ട് തണല. പക്ഷെ ഭയങ്കര കൊതുകോട്ടോ. മുഖം മൊത്തം മുതിയുക. ബാക്കി ഷൂ സോക്സും ഒക്കെ ഇടുന്നതുകൊണ്ട് കാലയിലൊന്നും കടിക്കുന്നില്ല. നൈറ്റി ഒന്നും പൊക്കി കുത്താതെ ഇങ്ങനെ കുത്തി വെക്കാതെ ചെയ്താൽ മതി. അങ്ങനെ അത്രയും കാലയിലോട്ടൊന്നും കഴിച്ചില്ല. പക്ഷെ മുഖമാണ് കേട്ടോ. ഇന്നലെ എൻ്റെ മുഖം ഉള്ളു കടിച്ചു. പക്ഷെ അതൊക്കെ നമുക്ക് സഹിക്കാം. എന്നാന്ന് ചോദിച്ചാൽ നമുക്ക് വരുമാനം വേണമെങ്കിൽ കൊതുകടിയും ഒക്കെ കൊള്ളേണ്ടി വരും. അതൊക്കെ നോ പ്രശ്നം. പക്ഷെ ഒരു പ്രശ്നം പറ്റിയത് എന്നാന്നറിയോ? ഞങ്ങളുടെ ഗ്യാങ്ങിൽ നിന്ന് അച്ചാമ്മാൻ്റെ അമ്മാമ്മ കുമാരി ചേച്ചിയൊക്കെ വേറെ ഒരു ഗ്രൂപ്പായിരുന്നു. അല്ല ബാക്കി ഞങ്ങളുടെ കൂടെ ഉള്ളവരെല്ലാം നല്ല അടിപൊളിയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ അമ്മാമ്മയൊക്കെ ഒരു പൊളി വൈബല്ലേ അമ്മാമ്മയും അച്ചാമ്മാൻ്റെയും അവരൊക്കെ. പക്ഷെ അതൊരു ഭയങ്കര വിഷമമായി. അതുകൊണ്ട് ഇന്നലെ ഞാൻ വീഡിയോ ഒന്നും എടുത്തില്ല കേട്ടോ. ഒരു സുഖം തോന്നിയില്ല. ഇന്നെന്തായാലും ഇവിടുന്ന് കയറി ചെല്ലുമ്പോൾ അമ്മാമ്മയും അച്ചാമ്മാൻ്റെയൊക്കെ അവിടെ ഇരിപ്പുണ്ടായിരിക്കും. അപ്പോൾ ഞാൻ എടുക്കാം കേട്ടോ. നിങ്ങൾക്കൊക്കെ അമ്മാമ്മേനെയും അച്ചാമ്മാൻ്റെയും കുമാരി ചേച്ചിയൊക്കെ കാണാനായിട്ടുള്ള ഒരു ത്വരയുണ്ടെന്ന് എനിക്കറിയാം. പിന്നെ ഉച്ചയ്ക്ക് റെസ്റ്റ് സമയത്ത് എല്ലാവരും കൂടി ഇരിക്കുമ്പോൾ എടുക്കാം. ഇന്നലെ ഞാനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നലെ ഫുഡ് കഴിക്കാനായിട്ട് വന്നപ്പോൾ എനിക്ക് തയ്യലിൻ്റെ സംഘം ഉണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിന് ഓടിപ്പോയിട്ട് ഞാൻ പിന്നെ സ്കൂട്ടിക്ക് അങ്ങോട്ടേക്ക് പോയത്. സമയത്ത് അവിടെ ചെല്ലണമല്ലോ. പോകും 2:30 ആകുമ്പോൾ കറക്റ്റ് നമ്മൾ സ്കൂട്ടി എത്തിയിരിക്കണം. 2 മണി കഴിയുമ്പോൾ എത്തിയിരിക്കണം. പക്ഷെ ഇങ്ങനെ ഒരാവശ്യം പറഞ്ഞുകൊണ്ട് 2:30 മുമ്പായിരുന്നു. ഞാൻ 2:15 ചെന്ന് കേട്ടോ. അപ്പം അതുകൊണ്ട് ഇന്നലെ ഞങ്ങൾ ഒരുമിച്ച് ഉച്ചയ്ക്കും ഇരിക്കാൻ പറ്റിയില്ല.
അതെ അതുകൊണ്ട് ഒരു സുഖമില്ലായിരുന്നു. ഇന്നലെ തൊഴിലുറപ്പിന് പോയതിന്റെ ഒരു ഫീലിങ്സ് ഇല്ലായിരുന്നു. ഇന്നലെ പിന്നെ ആദ്യത്തെ ദിവസം ആയതുകൊണ്ട് ഇച്ചിരി കഷ്ടപ്പാട് പിടിച്ച പണിയായിരുന്നു. ഇപ്പൊ അളവ് കൂട്ടി കേട്ടോ. കഴിഞ്ഞ പ്രാവശ്യമൊക്കെ 3 മീറ്റർ ഒരുക്കി ഇത് തട്ട് തിരിച്ചാൽ മതിയായിരുന്നു. ഇപ്പൊ 6 മീറ്റർ ആക്കി. 6 മീറ്റർ ഒരുക്കണം. പിന്നെ മൺകയ്യാലെയാണ് ഇപ്പൊ ചെയ്യുന്നത്. കുഴപ്പമില്ല, അവർ തരുന്നത് നമ്മൾ പണിയും. നമുക്ക് ആ പൈസയും കൂടെ കറക്റ്റായിട്ടൊന്നും തരാനുള്ള ഒരു മനസ്സ് കാണിച്ചാൽ മതി അല്ലേ. കാരണം പണിതേന്റെ പൈസ ഒന്നും ഇപ്പോഴും എനിക്ക് കയറിയിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെ ഇരിക്കുന്ന വിശേഷങ്ങള്. അപ്പൊ പോകാനായിട്ട് റെഡി ആയിട്ട് നിൽക്കുകയാണ്. അപ്പൊ ഇന്ന് ഞാൻ അവരെ എന്തായാലും ഇച്ചിരി ഒരു ശകല സമയത്തെങ്കിലും ഉൾപ്പെടുത്തിയേക്കാം കേട്ടോ. മൈസൂരായിട്ട് കളിച്ച് നിൽക്കുന്നത്. ഞങ്ങൾക്ക് ഓട്ടം കിട്ടിയെന്ന് പറഞ്ഞപ്പോ ഏത് വണ്ടി കിട്ടിയാലും എല്ലാവരും അറിയട്ടല്ലേ. അയ്യോടാ, ഇത് കുശിപ്പൂടി സാധനമാണല്ലോ ദൈവമേ. ഞങ്ങള് നല്ല പൊളിയായിട്ട് അങ്ങോട്ട് കാണിച്ചു കൊടുക്ക്. അല്ല പിന്നെ കുശിപ്പ് അതിനെന്താ നല്ലതല്ലേ അല്ലേ മാമേ? അയ്യോ അത് നമ്മള് പാട്ടൊക്കെ പാടിയിട്ടുണ്ടല്ലേ. പക്ഷെ എനിക്കിപ്പോ ഒരു പറ്റി എന്നാന്ന് ചോദിച്ചാ ഇത് മാറിപ്പോയില്ലേ. അതിന് അടുത്ത പ്രാവശ്യട്ടെ. തൊഴിലുറപ്പൊക്കെ കഴിഞ്ഞു വന്ന് ഫുഡ് കഴിച്ചു. പിന്നെ ഞാൻ ഓർത്തേ അവിയൽ കുറേ പച്ചക്കറി ചേട്ടായി മേടിച്ചു തന്നിട്ടില്ലേ. അപ്പൊ ഇവനെ എല്ലാം പുഴുകി കഴിച്ചില്ലെങ്കിൽ ചേട്ടായി എന്നെ തല്ലിക്കൊല്ലും. ഇന്നലെ എന്നോട് ചോദിച്ചടി ആ മത്തങ്ങായും തണ്ണിമത്തനും ഇതൊക്കെ അല്ലല്ലോ വെള്ളരിക്കായും ഇതെല്ലാം മുറിച്ചേക്കുന്നതല്ല ചീത്തയായിപ്പോകത്തില്ല, നീ എന്നാ ഉണ്ടാക്കി കഴിക്കാത്ത സാമ്പാർ പോയി അവിയൽ പോയി. ഈ സാമ്പാറൊക്കെ എന്തേലും എന്നത്തിൻ്റെ കൂടെ കൂട്ടത്തെ ഇഡ്ഡലി തിന്നാൻ പറ്റിയില്ല, ദോശ തിന്നാൻ പറ്റിയില്ല, ചപ്പാത്തി തിന്നാൻ പറ്റിയില്ല. പിന്നെ എന്തിനു കൂടെ സാമ്പാർ കഴിക്കാൻ പറ്റുന്നത്? ചോറിൻ്റെ കൂടെ. ചോറ് എനിക്ക് അത്ര വലിയ ഇഷ്ടമില്ല. എന്തായാലും ഞാൻ വിചാരിച്ചെന്നാൽ അവിയലായിട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഇരിക്കൊക്കെ എടുത്ത് വെച്ചോ. കുറേ മനുഷ്യർ വന്നിട്ടുണ്ട് നീ. അപ്പോൾ ഇതെല്ലാം കഴിച്ചോണമെന്നാണ് ഓർഡർ. കാരണം വെജിറ്റബിൾസിൻ്റെ കുറവുകൊണ്ട് നമുക്ക് ശരീരത്തിന് ഒത്തിരി പ്രശ്നം വരും. അപ്പം വെജിറ്റബിൾസ് കഴിച്ചോണമെന്ന് അവിടെ നിന്ന് പറഞ്ഞായിരുന്നു ചേട്ടായോട്. അയ്യോ കായും പച്ചക്കറി എന്തായാലും ഉണ്ടാക്കാം അല്ലേ. ഇതുണ്ടോ നല്ല സൂപ്പറായിട്ട് അവിയലിന് അരിഞ്ഞു വെച്ചു. കത്തിരിക്ക ഇത് വേറെ വെള്ളത്തിൽ ഇട്ടു. ചേന അരിഞ്ഞില്ല, വന്നിട്ട് അരിയാന്ന് വിചാരിച്ചു. അപ്പോൾ അത്രയും പണി കഴിച്ചിട്ട് പോകുമ്പോൾ എനിക്കിനി വൈകിട്ട് വരുമ്പോൾ അത്ര എളുപ്പമില്ലേ അല്ലേ. അപ്പോൾ ഇവനെ ഇവിടെ അടച്ചെടുത്ത് വെച്ചിട്ട് പോയിട്ടൊക്കെ വരാം. അല്ലിപ്പടച്ച് ഇറങ്ങി വന്ന് തേങ്ങ ചിരണ്ടി. എന്നാന്നറിയോ, മഴ അങ്ങോട്ട് നോക്കി ഭയങ്കര ഇടിയുമാണ് കേട്ടോ. മഴയെന്ന് വെച്ചാൽ മഴ ഇടിയോ ഇതേ കണ്ടോ. അപ്പം ഞാനോട് ദൈവം കറണ്ട് പോയി കഴിഞ്ഞാൽ പ്രശ്നമാകത്തില്ലേ. പെട്ടെന്ന് ചതച്ചെടുക്കണം കേട്ടോ. കറിവേപ്പിലയും ഉള്ളിയും മഞ്ഞപ്പൊടിയും ജീരകവും തേങ്ങയും എടുത്തിട്ടുണ്ടേ. പച്ചമുളക് ഞാൻ കീറിയിട്ടു, അതുകൊണ്ട് പച്ചമുളക് ഇനി ഇടുന്നില്ല. അപ്പോൾ ഇവര് ചതച്ചെടുക്കണം കേട്ടോ. 3 പ്രാവശ്യം കറണ്ട് പോയി കേട്ടോ. അത് കഴിഞ്ഞിട്ട് ഇപ്പം എന്തേ വന്നിട്ടുണ്ട്. അപ്പോഴത്തേനും എനിക്ക് കുളിക്കണ്ടേ. പിന്നെ ഞാൻ വെള്ളമൊക്കെ തീ പിടിപ്പിച്ച് വെച്ചേ. എൻ്റെ അമ്മയെ മതി, ഞാൻ ചെത്തി എടുക്കട്ടെ. ബാക്കിയെല്ലാം അരിഞ്ഞു വെച്ചിട്ട് പോയതുകൊണ്ടേ എളുപ്പമുണ്ടല്ലോ. ഇവനെ കൂടെ ചെത്തി എടുത്തിട്ട് അരച്ചൊക്കെ വെച്ചുകൊണ്ടേ ഇനി പെട്ടെന്ന് ഇതാക്കാം. ഇത് ഇങ്ങനെ പന്ന മുറവായിട്ടിരിക്കുന്നുണ്ടല്ലോ, ഇങ്ങനെയൊക്കെ അരിയുന്ന മുറവാണേ. നമ്മുടെ ഇങ്ങനത്തെ ആവശ്യങ്ങൾക്കൊക്കെ കപ്പ കുളിക്കാനും ഒക്കെ എടുക്കുന്നത് കേട്ടോ. എത്ര വലുതായെന്ന് പറഞ്ഞാലും എത്ര കണ്ടെന്ന് പറഞ്ഞാലും മഴ കാണാനും ഒരു രസം, ഒരിഷ്ടം അല്ലേ. അപ്പം നമ്മുടെ തിണ്ണയൊക്കെ അതേ നനഞ്ഞു വരുന്നുണ്ട്. അപ്പോൾ ഇവനെ ഒന്ന് താത്തിട്ടേക്കാന്നോർത്ത് ഇറങ്ങി വന്നു കേട്ടോ. അപ്പം നന്നായിട്ട് പെയ്യുമെന്ന് തോന്നുന്നു. നല്ല മഴയും ഇടിയും ഒക്കെ നടന്നുകൊണ്ടിരിക്കുന്നു കേട്ടോ. ഞാൻ തലേ തേണ്ട എണ്ണ ഇത് വെച്ച് വെച്ചാൽ മരുന്നിനകത്തൊരു എണ്ണയുണ്ട്. അത് 1 മണിക്കൂർ നിറയെ പൊത്തി വെച്ചതിന് ശേഷം വേണം കുളിക്കാനായിട്ട്. അത് വന്നപ്പോഴേ പൊത്തി വെച്ചു. ഇച്ചിരി കറിവേപ്പില പറിക്കണം. അതിന് വേണ്ടിയിട്ടാണ് സത്യത്തിൽ വന്നേക്കുന്നത്. എങ്ങനെ ഇറങ്ങിപ്പോകും നനയും. കറിവേപ്പില എവിടെയല്ലേ നീ? പക്ഷേ എന്നെ ഇത് കരോട്ടുകാരുടെ പട്ടിനെ അയച്ചു വിട്ടിരുന്നു. ഭയങ്കരമായിട്ട് കിടന്ന് പോകുന്നു. പിന്നെ മുഖം മൊത്തം കൊതുക് കടിച്ച് ഒരു പരുവാക്കി ഉണ്ടല്ലോ. ഇപ്പോൾ തൊഴിലുറപ്പിന് പോകുന്നിടത്തേ ഭയങ്കര ഇങ്ങനെ വെയിലടിക്കത്തില്ലാത്ത സ്ഥലമാണ്. അതെനിക്ക് ഏതായാലും നല്ലതാണ്. എന്നാന്ന് വെച്ചാൽ വെയിൽ കൊള്ളരുതെന്ന് പറഞ്ഞല്ലോ. പക്ഷേ ഭയങ്കര കൊതുക്. സോക്സും ഫുൾ കൈ ഷർട്ടും ഒക്കെ ഇടുന്നതുകൊണ്ട് വേറെ ഒരു സ്ഥലവും കടിക്കാൻ പറ്റില്ല. അല്ല കാലകളൊക്കെ കടിക്കല്ലേ. ഈയിടെ ചെമ്പരത്തിയില കുറയ്ക്കുമ്പോൾ എൻ്റെ കാലം മൊത്തം കടിച്ചായിരുന്നു. പക്ഷേ ഇപ്പോൾ ഇന്നും മുഖം മൊത്തം കടിച്ചു നോക്കും. എന്താ പൊന്നേ മതി. ഇനി അതിന് വല്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാം എന്തെങ്കിലും തേച്ചിട്ട് പോയാലും കടിക്കല്ലാത്തത്. അങ്ങനെ ഉണ്ടോ ഒന്ന് കമൻറ്റ് ചെയ്ത് തരാം കേട്ടോ. അപ്പടി ഇവിടെ ഇന്ന് എൻ്റെ ഒരു അനിയത്തിക്കുട്ടി വിളിച്ചേ. ഇത് ചേച്ചിയുടെ മുഖമൊക്കെ അപ്പടി ഇതായിപ്പോയെന്ന് പറഞ്ഞു. അപ്പടി അങ്ങ് ഇതായിപ്പോയത്. ഇപ്പം ഞാനൊന്നും വലിയ കാര്യമായിട്ട് ശ്രദ്ധിക്കുന്നില്ല. അതാ മെയിൻ പ്രശ്നം. അപ്പോൾ എന്തായാലും ഇനി പോയി പെട്ടെന്ന് കറിയും കാര്യങ്ങളും ഒക്കെ റെഡി ആക്കട്ടെ. അല്ലേ കറണ്ടൊക്കെ പോയി കഴിഞ്ഞാൽ പണിയാവും. അത് ഇന്നത്തെ സ്പെഷ്യൽ എന്നാണെന്നറിയോ, ചീനിക്കിഴങ്ങെന്ന് ചിലർ കപ്പയ്ക്ക് പറയും അല്ലേ. മധുരക്കിഴങ്ങെന്ന് പറയും, സ്വീറ്റ് പൊട്ടറ്റോ എന്ന് പറയും. അതാണ് സാധനം. ഇതിന് വലിയ മധുരമില്ല കേട്ടോ. ഞങ്ങളിത് നേരത്തെ അമ്മ പണിയാൻ പോകുന്ന വീട്ടിലൊക്കെ ഉണ്ടായിരുന്നേ. അപ്പോൾ ഞാനൊക്കെ ഇത് പച്ചയ്ക്ക് ഇങ്ങനെ പറിച്ച് തിന്നുമായിരുന്നു. അപ്പോൾ നല്ല മധുരം, ഇത്ര വലിപ്പം വെക്കത്തില്ല. പക്ഷെ ഇതിപ്പോൾ ഭയങ്കര വലിപ്പമാണ്, മധുരമൊന്നുമില്ല കേട്ടോ. പക്ഷെ ഇത് ഒത്തിരിയും ഗുണമുള്ളതാണ്. ഏത് അസുഖക്കാർക്കും വാങ്ങിച്ച് കഴിച്ചോ എന്നൊക്കെ ഇവിടെ കണ്ടു. അപ്പോൾ ഏതായാലും
ഞാൻ ചേട്ടനോട് പറഞ്ഞപ്പോൾ മേടിച്ചോണ്ടൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഉണ്ടാക്കാം അല്ലേ ഇന്നത്തെ ഞങ്ങളുടെ ഡിന്നർ. അപ്പോൾ ഇച്ചിരി ഉപ്പുപൊടിയും ഇട്ട് കൊടുത്ത് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ട് ഒഴിച്ചിട്ട് ഒറ്റ വിസിലടുപ്പിക്കുക. അപ്പോഴത്തേനും ഇവർ റെഡിയാവും. അപ്പം നമുക്കെന്നാൽ ചീനിക്കിഴങ്ങിന് എനിക്ക് കാന്താരി കൂട്ടാൻ പറ്റത്തില്ലല്ലോ, പച്ചമുളക് പൊട്ടിക്കുന്നതിനെക്കാട്ടി നല്ലത് ഉള്ളിയും മുളകും കൂടി ഇന്ന് ചുട്ട് പൊട്ടിക്കാം. ചേട്ടായിക്ക് ഭയങ്കര ഇഷ്ടമാണ് ചുട്ട് പൊട്ടിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഈ മുളക് കൊണ്ടുപോയി നമുക്ക് അടുപ്പിൻ്റെ പാതകത്തെ വെക്കാം. എന്നിട്ട് ഉള്ളി പൊളിച്ചിട്ട് നമുക്ക് കൊണ്ടുവെക്കാം അല്ലേ. അപ്പോൾ ഉള്ളി പൊളിക്കാൻ വേണ്ടി കയ്യോറെ ഇട്ടാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഇതിനെ കൊണ്ടുപോയി അടുപ്പിൻ്റെ അടുത്ത് വെക്കാം. ഇവിടെ നന്നായിട്ട് ചൂടായിട്ടിരിക്കുവേ, തീ കത്തിക്കുമ്പോഴത്തേക്കുവേ. അപ്പോഴത്തേന് നന്നായിട്ട് ഒന്ന് ഇതായിട്ടിരുന്നോളൂ. അത് കഴിയുമ്പോൾ വേണമെങ്കിൽ നമുക്ക് ചെറുതായിട്ട് അടുപ്പിലൂടെ ഇട്ട് ചൂട്ടെടുക്കാം. അതിൻ്റെ ആവശ്യം വരത്തില്ല. കുറച്ച് സമയം ഇങ്ങനെ ഇരിക്കുമ്പോഴത്തേനും ഇവൻ നല്ല കരിമുരാന്നാവും. ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ കണ്ടോ, ഇങ്ങനെ വെക്കാം. എന്നിട്ട് ഇനി നമുക്ക് ഉള്ളി പൊളിച്ചിട്ട് നമുക്ക് ഉള്ളിയും കൂടി ഇതിൻ്റെ സൈഡിലൊക്കെ കൊണ്ടുവെക്കാം. അപ്പോൾ അവനെയും അങ്ങനെ തന്നെ മൂത്ത് കിട്ടും. ചീനിക്കിഴങ്ങൊക്കെ സെറ്റായി. ചീനിക്കിഴങ്ങ് 2 വിസിലടിക്കുമ്പോഴേ ഓക്കെ ആവുമല്ലോ. അപ്പോൾ അതിന് മുമ്പേ വെച്ചതാണ് നമ്മുടെ അവിയൽ കഷ്ണം. എങ്ങനെയായെന്ന് നോക്കട്ടെ. വെള്ളമൊക്കെ പറ്റിയോ? വെള്ളമൊക്കെ പറ്റിയിട്ടുണ്ട് കേട്ടോ. ഇച്ചിരിയുണ്ട് വെള്ളം. എന്നാലും ചേനയൊക്കെ ഇച്ചിരി വേകാനുണ്ടെന്ന് തോന്നുന്നു. ഉണ്ടോ? ഇനി നമുക്ക് വേണമെങ്കിൽ ഞാൻ ഉപ്പും തക്കാളിയും കൂടി ഇട്ട് കൊടുത്തായിരുന്നേ. അപ്പം ഒന്ന് ഇളക്കിയും കൂടെ കൊടുക്കാം. നോക്കട്ടെ. എന്നിട്ട് കഷ്ണം എന്തെങ്കിൽ നമുക്ക് വെള്ളം അങ്ങോട്ട് പെട്ടെന്നൊന്ന് ഇങ്ങനെ പറയുന്നത് ഇങ്ങനെ ആക്കിയിട്ട് പറ്റും. ചേനയൊക്കെ ഇച്ചിരി കൂടെ വേകാനുണ്ട്. എന്നാൽ ഇച്ചിരി സമയം കൊണ്ട് ഇരിക്കട്ടെ. മുറ്റത്തോട്ട് നോക്കിയിട്ടുണ്ടല്ലോ 7 ആകാൻ പോവാണ്. 6:45 കഴിഞ്ഞു. മുറ്റത്തോട്ട് നോക്കിയപ്പോൾ നല്ല ഒരു മഞ്ഞ പ്രകാശം, ഭയങ്കര പ്രകാശം. ഇതുണ്ടോ സമയം മഴയുടെ നോക്കി മൊത്തം ചെടി മൊത്തം പൂ മൊത്തം വീണ് കിടക്കുക. ഭയങ്കര കാറ്റായിരുന്നു. ഇത് വെട്ടണ്ടെന്ന് കുറേ പേര് പറയുന്നുണ്ട് കേട്ടോ. പക്ഷെ നമ്മളെ കയ്യാലൊക്കെ ഇടിയോന്ന് പേടിച്ചിട്ടാണ്. വലുതാകുന്നതനുസരിച്ച് അതിൻ്റെ വേരിറങ്ങുന്നതനുസരിച്ച് കെട്ട് പൊട്ടിപ്പോയെങ്കിൽ അത് പണിയായില്ലേ. പക്ഷെ ശരിയാട്ടോ, ഇതൊരു ഹൈലൈറ്റ് തന്നെയാണ്. നല്ല അടിപൊളിയാണ്. ഉണ്ടോ കളർ കണ്ടോ മാറുന്നത്? അതിനനുസരിച്ച് ഇത് ഭയങ്കര പ്രകാശം മുറ്റത്തോട്ട്. ഒക്കെ ചുട്ടെടുത്തു. ഉള്ളി അതിൻ്റെ പുറത്ത് വെച്ച് തന്നെ നന്നായിട്ട് ഇത് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി ഇവന് ഒന്നിച്ചിരി ഉപ്പൊടിയും ഇട്ടിട്ട് ഒന്ന് അരച്ചെടുക്കാം. ചുട്ട് പൊട്ടിച്ച മുളക് ഇവിടെ റെഡി. ചേട്ടായിക്ക് ഇങ്ങനെ ചുട്ട് പൊട്ടിക്കുന്ന ഇഷ്ടം കേട്ടോ. അതിനകത്തോട്ട് ഒരു ഇച്ചിരി വെളിച്ചെണ്ണയും കൂടി ഒഴിച്ച് കൊടുക്കും. എന്നിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് അവിടോട്ട് വെക്കും. എന്നിട്ട് വരുമ്പം കൊടുക്കാം കേട്ടോ. അപ്പോൾ കല്യാണിയുടെ അമ്മ കയറി വന്നു കേട്ടോ. ടോപ്പിൻ്റെ കൈ മാത്രം ഒന്ന് അടിച്ച് ചെറുതായിട്ടൊന്ന് ഷേപ്പിങ് ചെയ്ത് കൊടുത്ത് വിളക്ക് വെച്ച സമയത്ത് പൈസ മേടിക്കണം ചേച്ചി എന്ന് പറഞ്ഞുകൊണ്ട് പൈസ 50 രൂപയോ 20 രൂപയോ ഒക്കെ എടുത്ത് നീട്ടിക്കൊണ്ട് നിൽക്കുക കേട്ടോ. ഞാൻ പറഞ്ഞു പിന്നെ ഞാൻ തയ്യൽ നിർത്തിയിട്ട് കാലങ്ങളായി. തയ്ച്ച് പൈസ ഉണ്ടാക്കി കാപ്പ് വളയൊക്കെ കയ്യെ മേടിച്ചിട്ട് ഒരു കാലം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പം നമ്മൾ തയ്ക്കുന്നില്ല. ഒരു കൈ അടിച്ചു കൊടുത്തിട്ട് നമുക്ക് പൈസ മേടിക്കാൻ പറ്റുമോ? വേണ്ടെന്ന് പറഞ്ഞാൽ അവിടെ പിന്നെ സന്ധ്യകളൊക്കെ വെച്ച സമയത്ത് അങ്ങനെ വേണ്ട. ഞാൻ പറഞ്ഞു വേണ്ട പനെ അങ്ങനെ ഞാൻ തയ്ക്കുന്നില്ലല്ലോ, അത് വേണ്ട അത് പറഞ്ഞു വിട്ട് കേട്ടോ. അവൾ ഇറങ്ങിപ്പോയി. ഇപ്പം നല്ല രസമുണ്ടേ. മറ്റേ അവൾ അങ്ങനത്തെ ഒന്നും ഇട്ട് കണ്ടിട്ടില്ല. ഫാഷനേ സാധാ ചുരിദാറൊക്കെ അവൾ ഇട്ട് കണ്ടിരിക്കുന്നത്. മറ്റേ അമ്മൊക്കെ ഇടുന്ന സിസ് ഉടുപ്പ് മാതിരിയുള്ളത് ഈ കുഞ്ഞിപ്പാൻ്റ് ഇടേണ്ടതില്ല ഇപ്പം. അങ്ങനത്തെ ഞാൻ പറഞ്ഞ അന്നേരം ഒത്തിരി ഇറക്കമുള്ള പാൻറ് ഇടരുത്, കുഞ്ഞിപ്പാൻറ് മേടിച്ചിടുന്നൊക്കെ. വ്യാഴാഴ്ച കല്യാണമുണ്ട്, അതിന് പോകാൻ വേണ്ടിയിട്ട്. അപ്പം വിളക്കൊക്കെ കത്തിച്ചു, എല്ലാ പരിപാടിയും കഴിഞ്ഞു. ഇനി ചേട്ടായി വരുമ്പോൾ നമുക്ക് പൊടിച്ച ചെമ്പരത്തിപ്പൊടി കുറേ പാക്ക് ചെയ്യാനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അതിന് മുമ്പായിട്ട് ഞാൻ ഇച്ചിരി ഫുഡൊക്കെ കഴിച്ച് കവറെ സ്റ്റിക്കറൊക്കെ ഒട്ടിച്ച് അങ്ങനെ കുറേ പരിപാടികളുണ്ട്. അതൊക്കെ ചെയ്ത് വെക്കട്ടെ. ഇന്നത്തെ ഒരു ദിവസം ഒരു വലിയ കുഴപ്പമൊന്നും. രണ്ടും നോക്കി മുഖത്തോട്ട് നോക്കി നല്ല വെട്ടം അവിടെ നിന്ന് കൊണ്ട് ആ മഞ്ഞ കളറിൻ്റെ നല്ല അടിപൊളി വെട്ടമെന്ന് വെച്ചാൽ അടിപൊളി വെട്ടം. അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. ഇങ്ങനെ കുഞ്ഞു വിശേഷങ്ങളൊക്കെ ആയിട്ട് വരാനും പറ്റത്തുള്ളൂ. ഈ തൊഴിലുറപ്പൊക്കെ ആയതുകൊണ്ട് ഇങ്ങോട്ടേക്കും പോകാനൊന്നും പറ്റത്തില്ലല്ലോ, യാത്രയൊന്നും പോകാൻ പറ്റത്തില്ലല്ലോ. അവളില്ലാതെ കയറി വരുന്നുണ്ട് കേട്ടോ. അതൊന്ന് അടിച്ചു നോക്കട്ടെ. അപ്പോൾ ഇന്നത്തെ വിശേഷമൊക്കെ ഇത്രയേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂട്ടത്തിൽ അവരോട് ഒന്ന് തിരിച്ചു പിടിച്ചേരെ. അപ്പോൾ പുതിയൊരു വീഡിയോ എല്ലാവർക്കും ടാറ്റാ.